ഈ ടാക്സിന്റെ പൈസ നിർമ്മിച്ചിരിക്കുന്നു, അത് ബാക്കി പക്ഷേ അയാൾക്ക് ചികിത്സ വേണം, ഒന്നും വേണ്ട, ഞങ്ങളുടെ ആശുപത്രിയിൽ വെച്ചോളൂ, കിംസി വരുന്നു, ഇപ്പോൾ 50,000 രൂപ അവിടെ അടയ്ക്കുന്നു. അപ്പോൾ ഈ പൈസ 50,000 അടച്ചു കഴിഞ്ഞാൽ അത് ഈ 50,000 രൂപയും എനിക്ക് കൊണ്ടുപോകുന്നതല്ലോ, അതൊരു 4, 5, 6 ആയിട്ട് ഡിവൈഡ് ചെയ്യും. മരുന്ന് പ്രത്യേകം പോകും, കൺസ്യൂമർ പ്രത്യേകം പോകും, ഡോക്ടറിന്റെ ഫീസ് പോകും, നഴ്സുമാരുടെ ഫീസ് പോകും, ഇലക്ട്രിസിറ്റി പോകും, ഈ പറഞ്ഞ IMA പോകും, സൊല്യൂഷൻ പോകും. ഇതെല്ലാത്തിനെയും ഒരു അംശം ഇങ്ങനെ സർക്യൂട്ട് ചെയ്ത് അവസാനം അവരുടെ കുട്ടികൾ ഫീസായിട്ട് മാറും, അവരുടെ ബാങ്ക് EMA ആയിട്ട് മാറും. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് തന്നെ ഇങ്ങനെ കോടാനുകോടി ജനങ്ങളുടെ ഈ പറയുന്ന ഇന്നലെ വരെ ഉണ്ടായിരുന്ന ടാക്സിനെ അത് ഡെഫിനറ്റ് വിടുമ്പോഴേക്കും അത് വീണ്ടും സർക്കിൾ എക്കോണമിയായി വീണ്ടും രാജ്യത്തിന്റെ ഈ പറയുന്ന സമ്പുഷ്ടതയെ ഉയർത്തും എന്നുള്ളതാണ് ഈ പറയുന്ന സർക്കിൾ എക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു എന്താ പറയുക, സാധാരണ രാജ്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ബ്രിട്ടനൊക്കെ പറ്റി പറയുമ്പോൾ അവിടെ പറയുന്നത് ശമ്പളം 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 50,000 ടാക്സാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ടാക്സ് ഇല്ല എന്നുള്ളതാണ്. റിച്ചസ്റ്റ് ആയിട്ടുള്ള ഫീമെയിൽ എയറിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടങ്ങൾക്ക് മാത്രമാണ് ഇനിയുള്ളത്. 1 ലക്ഷം രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ ലാഭമൊന്നുമല്ല, നല്ല ശമ്പളമാണ്. 1 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം കിട്ടുന്ന ആൾക്കാരുണ്ട്. അവർ എക്സ്പെക്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു ദീർഘമായിട്ടുള്ള ഒരു വലിയൊരു നടപടി തന്നെയാണ്. കാര്യം നമ്മൾ എപ്പോഴും